ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മകൻ വിവേക് കിരണിന് ലാവ്ലിൻ കേസിൽ സമൻസ് ലഭിച്ചെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദം നനഞ്ഞ പടക്കമെന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി അണിയറയിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്നറിയില്ലെന്നും പ്രതികരിച്ചു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ്. അധികാരത്തിന്റെ ഇടനാഴിയിൽ തന്റെ മകനെ കണ്ടിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായി പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല. ഇനിയും ചേർന്നിട്ടുണ്ടാവുമായിരിക്കും. അതപ്പോൾ കാണാം. 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് അയച്ചത്. ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന വിവരമാണ് ഇന്ന് പുറത്തുവന്നത്. വിവേക് കിരണിന് UK പഠനത്തിന് സാമ്പത്തികമായി സഹായിച്ച് സ്പോൺസറായത് ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായ ദിലീപ് രാഹുലാണെന്ന് മൊഴി ലഭിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് 2023 സമൻസ് അയച്ചത്. എന്നാൽ ഇങ്ങനെയൊരു സമൻസ് ലഭിച്ചിട്ടേയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. കളങ്കരഹിതമായ തന്റെ പൊതുജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ കരിവാരിത്തേക്കാനാകുമോ എന്ന ഉദ്ദേശത്തിലാണ് മകനെതിരെ ആക്ഷേപമുന്നയിക്കുന്നത്. മക്കളും കളങ്കരഹിതരാണെന്നും അതിൽ പ്രത്യേക അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോഴത്തെ ബോർഡിനും 2019 ബോർഡിനുമെതിരെ മറ്റ് നടപടികളുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു പ്രതികരണം. ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയാണോ? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. 24 തിരുവനന്തപുരം. വിവേക് കിരണിന് ഇഡി സമൻസ് ലഭിച്ചെന്ന മട്ടിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. മാധ്യമ വാർത്തകൾ കണ്ടായിരിക്കും ബേബി പ്രതികരിച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിലെ CPM നേതാക്കൾ ആരും സമൻസിന് സ്ഥിരീകരണം നൽകാതിരുന്നപ്പോഴാണ് MA ബേബി വിവാദ പ്രതികരണം നടത്തിയത്. ഇതോടെ പ്രതിപക്ഷവും ബേബിയുടെ പരാമർശം ഏറ്റെടുത്തു. ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരാമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയുമില്ല. ഇന്നലെ ചെന്നൈയിൽ വെച്ച് നൽകിയ ഈ പ്രതികരണമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ മകൻ വിവേക് കിരണിന് ഇഡിയുടെ നോട്ടീസ് ലഭിച്ച വിവരം പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ കേരള നേതൃത്വമോ ഇതിന് ഇതുവരെ സ്ഥിരീകരണം നൽകിയിരുന്നില്ല. അപ്പോഴാണ് സമൻസ് ലഭിച്ചെന്നും അസംബന്ധമെന്ന് മനസ്സിലാക്കി പിൻവലിച്ചെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി സ്ഥിരീകരിക്കുന്നത്. ഇതോടെ സമൻസ് വിവാദം കൊഴുക്കുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ അതൃപ്തിക്ക് കാരണം. അതൃപ്തി വാർത്താസമ്മേളനത്തിൽ പരസ്യമാക്കിയ മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറിയെ തിരുത്തുകയും ചെയ്തു. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്ക് എടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല. മുഖ്യമന്ത്രി പ്രതീക്ഷിച്ച പോലെ തന്നെ MA ബേബിയുടെ പ്രതികരണം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. 2023 ഓർക്കണം ഈ നോട്ടീസ്. 24 തെരഞ്ഞെടുപ്പ്. അതിൽ ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത്. ഞാൻ ഇലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ED പിടിമുറുക്കുന്നു, കരുവന്നൂർ അവിടെയൊക്കെ വെറുതെയാണ്. ED പിടിമുറുക്കുന്ന ഇതാണ്, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. മുഖ്യമന്ത്രിയുടെ അതൃപ്തി രാവിലെ തന്നെ MA ബേബിയുടെ ചെവിയിലും എത്തിയിരുന്നു. ഇതോടെ പ്രതികരണം അദ്ദേഹം തിരുത്തുകയും ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ നേതാവ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് CPIM അത്ര പുതുമയുള്ള കാര്യമല്ല. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി. സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പൊട്ടിയെ സഹായിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദ് സ്വദേശി നാഗേഷിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സ്വർണം അടിച്ചു മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും സംശയമുണ്ട്. സന്നിധാനത്തു നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ്. ഇതിനിടയിലാണ് ശില്പപാളികളുടെ ഭാരത്തിൽ 4.5 കിലോയുടെ വ്യത്യാസമുണ്ടായത്.
അതിനാൽ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ചെന്നൈയിലെത്തിച്ചത് എന്നും കരുതുന്നു. ഇതോടെയാണ് നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ SIT സംഘം പരിശോധന നടത്തി. കേസിൽ പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതോടെയാണ് ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്കെത്തിയില്ലെന്നും തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗോൾഡ് സ്മിത്തിനെ വിലക്കിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും അന്വേഷണമുണ്ടാകും. ഗോൾഡ് സ്മിത്തിനെ മനഃപൂർവ്വം ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് തട്ടിപ്പിനു വേണ്ടിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്തു. സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും കയ്യാങ്കളിയിൽ കലാശിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് നേരെ പ്രവർത്തകർ കല്ലും കമ്പും ചീമുട്ടയും എറിഞ്ഞു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. കോട്ടയത്ത് ദേവസ്വം മന്ത്രി VN വാസവന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സ്വർണ്ണക്കൊള്ളയിൽ വിവാദം തുടരുന്നതിനിടെ കോട്ടയത്ത് LDF വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അയ്യപ്പന്റെ പൊന്നെടുത്തവരെ കയ്യാമം വെക്കുമെന്ന് മന്ത്രി VN വാസവൻ. ആ പൊന്നടിച്ചു മാറ്റിയിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് കത്തുറങ്ങിലടക്കുകയും പൊന്ന് ശബരിമല അയ്യപ്പന് തിരികെ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായമെന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കുമെന്നാണ് പറയാനുള്ളത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന അന്വേഷണമാണ് കോടതി പ്രഖ്യാപിച്ചതെന്നും പിന്നെയും പ്രതിഷേധം നടത്തുന്നത് എന്തിനെന്നും മന്ത്രി ചോദിച്ചു. 24 കോട്ടയം തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയായി. ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിക്കുക പിന്നീടായിരിക്കും. SIT തലവൻ ADGP H വെങ്കടേഷ് നാളെ സന്നിധാനത്തെത്തും. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടന്നുവന്ന പരിശോധന വൈകിട്ട് 5 മണിയോടെയാണ് പൂർത്തിയായത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ വിശദമായി സംഘം പരിശോധിച്ചു. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ പരിശോധന പിന്നീട് നടത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തി സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. നാളെ SIT തലവൻ ADGP H വെങ്കടേഷ് സന്നിധാനത്തെത്തും. ഇതിനു മുന്നോടിയായി പത്തനംതിട്ടയിൽ യോഗം ചേർന്നേക്കും. ഇന്ന് തന്നെ പത്തനംതിട്ടയിലെ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാകും. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ VHP രംഗത്തെത്തി. ഇൻസ്പെക്ടർമാരായ അനീഷ്, ബിജു രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ആരോപണം. വിവാദ കാലയളവിൽ ഇവർ ദേവസ്വം വിജിലൻസിൽ ഉദ്യോഗസ്ഥരായിരുന്നു. ഇത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് VHP ആരോപണം. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സംഘടന CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. 24 പത്തനംതിട്ട. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന തർക്കത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി അനുനയം പ്രഖ്യാപിച്ച സർക്കാർ. NSSന് ലഭിച്ച അനുകൂല സുപ്രീം കോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാട് വിവിധ മാനേജ്മെന്റുകൾ സ്വാഗതം ചെയ്തു. ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ നിലപാട് മാറ്റി. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനു ശേഷം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആവശ്യം ഭാഗികമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. എന്നാൽ സർക്കാർ ഇതിനായി ഉത്തരവിറക്കില്ല. പകരം ഇക്കാര്യം
സുപ്രീം കോടതി അറിയിക്കും. ഗവൺമെന്റ് നിലപാടെന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തീരുമാനം വിവിധ ക്രൈസ്തവ മാനേജ്മെന്റുകളും സ്വാഗതം ചെയ്തു. വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന വലിയ ഒരു ഉറപ്പ് നൽകിയത് ഇന്നത് പ്രത്യേകമായ ഒരു പുതിയ ഘട്ടത്തിൽ ഉറപ്പ്, ഒരു വളരെ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിലുള്ള വലിയ സന്തോഷമുണ്ട്. 16-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും സർക്കാർ നിലപാട് കോടതി അറിയിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ സമവായത്തിന് തയ്യാറായത്. 24 തിരുവനന്തപുരം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ അവസാന ഘട്ടത്തിൽ വീണ്ടും തർക്കം. സീറ്റ് സംബന്ധിച്ച് JDUവും BJPയും തമ്മിൽ വീണ്ടും ചർച്ച നടക്കും. മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ്. CPIക്ക് 24 സീറ്റുകൾ നൽകണമെന്ന് സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ 24നോട് പറഞ്ഞു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ സീറ്റ് സംബന്ധിച്ച് ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പേ അവസാന ഘട്ടത്തിൽ JDUവും BJPയും തമ്മിൽ വീണ്ടും ചർച്ചകൾ സജീവം. പിന്നാലെ സീറ്റ് ധാരണ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനായി പട്നയിൽ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. മഹാസഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ സീറ്റ് വേണമെന്ന കോൺഗ്രസിന്റെ നിലപാടാണ് സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധിയാകുന്നത്. 24 സീറ്റ് അനുവദിക്കണമെന്നാണ് CPIയുടെ ആവശ്യം. हमने गठबंधन के अंदर 24 विधानसभा की सूची कांग्रेस डी राजा जो हमारे महासचिव हैं उनके साथ भावी मुख्यमंत्री के चेहरे तेजस्वी यादव जी को समर्पित किया है. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരജ് പാർട്ടി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 65 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ട പട്ടികയിലുള്ളത്. ഇതിനിടെ IRCTC അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ്വി യാദവ് തുടങ്ങിയവർ വിചാരണ നേരിടണമെന്ന് ഡൽഹി റൌസവന്യൂ കോടതി ഉത്തരവിട്ടു. ലാലുവിനും കുടുംബത്തിനുമെതിരായ വിധി തെരഞ്ഞെടുപ്പിൽ NDA പ്രചരണായുധമാക്കും. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 4 ദിനം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം അവസാനഘട്ട ചർച്ചയിലാണ്. കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ BJPയും JDUവും തമ്മിൽ സീറ്റുകൾ സംബന്ധിച്ച ധാരണയിലെത്താത്തതാണ് NDAയിലെ തർക്കത്തിനു കാരണം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ദുർഗാപൂരിലെ കൂട്ടബലാത്സംഗ കേസ് സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ വാക്കുകൾ മനഃപൂർവ്വം വളച്ചൊടിച്ചു എന്നാണ് പ്രതികരണം. അർദ്ധരാത്രിക്ക് ശേഷം പെൺകുട്ടി പുറത്തുപോയതിനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തത് വൻ വിവാദമായിരുന്നു. ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 23 വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി 12:30 എങ്ങനെ ക്യാമ്പസിന് പുറത്തിറങ്ങിയെന്നായിരുന്നു മമതാ ബാനർജിയുടെ വിവാദ പരാമർശം. BJPയും CPMഉം മമതയ്ക്കെതിരെ ആയുധമാക്കി. പശ്ചിമ ബംഗാളിൽ താലിബാൻ ഭരണമാണോ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. अरे सरकार की जिम्मेदारी है, ममता बनर्जी पुलिस मंत्री होकर के पुलिस को ऐसे हालत बनाई है कि उसके ऊपर भरोसा नहीं है. आज सिर्फ महिला नहीं. പരാമർശത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് വിശദീകരണവുമായി മമതാ ബാനർജി രംഗത്ത് വന്നത്. തന്റെ വാക്കുകൾ മനഃപൂർവ്വം വളച്ചൊടിച്ചതാണെന്നും താൻ പറഞ്ഞത് സന്ദർഭത്തിൽ നിന്നും അടർത്തിമാറ്റിയെന്നുമാണ് വിശദീകരണം. മമതയെ ന്യായീകരിച്ച് തൃണമൂൽ നേതാക്കളും രംഗത്തെത്തി. ദുർഗാപൂർ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒഡീഷ വനിതാ കമ്മീഷൻ അധ്യക്ഷ സവാനി മൊഹന്തി ദുർഗാപൂരിലെത്തും. ഒഡീഷ സ്വദേശിനിയായ പെൺകുട്ടിയാണ് ദുർഗാപൂരിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. 24 ഡൽഹി. മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ഇസ്രായേലും. തടവുകാരെ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ എത്തിച്ചു. അതിനിടെ ഇസ്രായേൽ പാർലമെന്റിൽ പരസ്പരം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും. ട്രംപിന് നേരെ പാർലമെന്റിൽ പ്രതിഷേധവും ഉയർന്നു. കർച്ചീഫ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയ പ്രതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നീട് പുറത്താക്കി. അതേസമയം ട്രംപിനൊപ്പം നെതന്യാഹു ഈജിപ്തിലേക്ക് പോകില്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു.
റെഡ് ക്രോസിന്റെ ബസ്സുകളിൽ റമല്ലയിൽ എത്തിച്ച പലസ്തീൻ തടവുകാർ പുഞ്ചിരിയോടെ ഇറങ്ങിവരുന്ന ദൃശ്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തുവരുന്നത്. ജീവനോടെയുള്ള 20 ബന്ദികളെയും ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് 2000-ഓളം വരുന്ന തടവുകാരെ മോചിപ്പിക്കാനുള്ള പ്രക്രിയ ഇസ്രായേൽ ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം മധ്യേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരികയാണെന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അസാധാരണമായ ധൈര്യവും ദേശസ്നേഹവുമുള്ള പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നായിരുന്നു ട്രംപിന്റെ പ്രശംസ. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായത്. 8 മാസത്തിനിടയ്ക്ക് താൻ അവസാനിപ്പിക്കുന്ന 8ാമത്തെ യുദ്ധമാണിത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപ് ഇസ്രായേലിന്റെ മഹാനായ സുഹൃത്താണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇത്ര വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ നെതന്യാഹു ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് ട്രംപിന് നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഗസയെ പുനർനിർമ്മിക്കുന്നതിൽ താൻ മുഖ്യ പങ്കാളിയാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപിനൊപ്പം നെതന്യാഹുവും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായെങ്കിലും ഗസയുടെ ഭാവി എന്ത് എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. സർവ്വതും തകർന്ന സ്വന്തം ഭൂമിയിലേക്കാണ് ഗസ ജനതയുടെ പലായനം. സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിലാണ് ഗസയുടെ പുനർനിർമ്മാണവും ഭരണവും ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുക. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ 5 ലക്ഷത്തോളം പേരാണ് തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയത്. എന്നാൽ ജന്മനാട്ടിൽ അവരെ കാത്തിരിക്കുന്നത് തകർന്ന കെട്ടിടങ്ങളും നിലംപരിശായ അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഭക്ഷണം, വെള്ളം, മരുന്ന് തുടങ്ങിയവയ്ക്ക് വലിയ ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ആശുപത്രികൾ ഒട്ടുമിക്കവയും തകരുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തിരിക്കുന്നു. യുദ്ധത്തിൽ പരുക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങളുമില്ല. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി ട്രക്കുകൾ പ്രവേശിച്ചു തുടങ്ങിയെങ്കിലും ജന്മനാട്ടിൽ കൂടാരങ്ങളിൽ അഭയാർത്ഥികളെ പോലെ കഴിയാനാണ് അവരുടെ വിധി. അതിനിടെ യുദ്ധത്തിനുശേഷം ഗസ ആര് ഭരിക്കുമെന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതിനാൽ ആഭ്യന്തര സംഘർഷവും രൂക്ഷമായിരിക്കുകയാണ്. ഗസയിലെ അധികാരത്തെ ചൊല്ലി ഹമാസിന്റെ സായുധ സേനയും ഡർമഷ് വിഭാഗക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 27 പേർ കൊല്ലപ്പെട്ടു. ശനിയാഴ്ച ആരംഭിച്ച പോരാട്ടത്തിൽ ഇതുവരെ 19 ഡർമഷ് വംശജരും 8 ഹമാസ് പോരാളികളുമാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ ജോർദാനി ആശുപത്രിക്കടുത്ത് കനത്ത ഏറ്റുമുട്ടൽ നടന്നതായി റിപ്പോർട്ടുകൾ. വെടിവെപ്പിനെ തുടർന്ന് പ്രദേശവാസികൾ പലായനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഗസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകളെ ഏൽപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഗസയിലെ പുനർനിർമ്മാണത്തിനായി അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിനുള്ള നിർദ്ദേശങ്ങൾ ട്രംപിന്റെ സമാധാന പദ്ധതിയിലുണ്ട്. ഗസയിലെ കുടിവെള്ള വിതരണം, ഊർജം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര നിക്ഷേപം ഉണ്ടാകുമെന്നാണ് വിവരം. എന്നാൽ ഹമാസിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഭിന്നതകൾ പദ്ധതികളുടെ നടപ്പാക്കലിന് ഭീഷണിയാകുമോ എന്ന സംശയങ്ങളും നിലനിൽക്കുന്നു. അതേസമയം നിലവിലെ വെടിനിർത്തൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. പാലക്കാട് പിഴായിരിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA പങ്കെടുത്ത പൊതുപരിപാടിയിൽ ഡിവൈഎഫ്ഐ BJP പ്രതിഷേധം. രാഹുലിന്റെ കാർ നടു റോഡിൽ തടഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിന് കോൺഗ്രസും മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസും കവചമൊരുക്കി. വൈകിട്ട് 5:20 രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലെത്തിയത്. കരിങ്കുടിയുമായി മുദ്രാവാക്യം വിളിച്ച് കാറിന് മുന്നിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചാടി വീണു. പ്രതിഷേധം ശക്തമായതോടെ പോലീസും UDF പ്രവർത്തകരും രാഹുലിന് കാവലൊരുക്കി. പോലീസിന്റെയും പ്രവർത്തകരുടെയും വലയത്തിൽ രാഹുൽ ഉദ്ഘാടന സ്ഥലത്തേക്ക് ഇറങ്ങി നടന്നു. വീടുകൾ കയറിയും കാത്തിരുന്നവരോട് വിശേഷം പറഞ്ഞുമായിരുന്നു ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് രാഹുലിന് സ്വീകരണമൊരുക്കിയത്. പ്രതിഷേധക്കാരെ UDF പ്രവർത്തകർ കൂകി വിളിച്ചു. പരിപാടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിലും വിവാദ ഓഡിയോ സന്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ വ്യക്തമായ മറുപടി നൽകിയില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. 1, 2 നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും.
ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. പാലക്കാട്ടെ പൊതുപരിപാടികളിൽ കൂടുതൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. 24 പാലക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ OJ ജനീഷ് നയിക്കും. ബിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. OJ ജനീഷിനായി ഷാഫി പറമ്പിൽ MP സ്വീകരിച്ച നിലപാടും നിർണായകമായി. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷപദം ഒഴിഞ്ഞുകിടന്നത്. അധ്യക്ഷനില്ലാത്ത 51 ദിവസം. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് OJ ജനീഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. നേതാക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒടുവിൽ സാമുദായിക സമവാക്യം OJ ജനീഷിന് തുണയായി. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജനീഷിന് ഷാഫി പറമ്പിലിന്റെ പിന്തുണയും കരുത്തായി. പഴയ A ഗ്രൂപ്പുകാരനെങ്കിലും ജനീഷിനിപ്പോൾ KC വേണുഗോപാലുമായാണ് അടുപ്പം. വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റുമുണ്ടായി. കീഴ്വഴക്കങ്ങൾ മറികടന്ന് ബിനു ചുള്ളിയിലിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചതും KC വേണുഗോപാൽ പക്ഷക്കാരൻ എന്ന മെറിറ്റ്. ഇന്ന് സംഘടനയിലെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാനെന്നുള്ളതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടത് എന്നതാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതാണ് KM അഭിജിത്തിനെ ഒഴിവാക്കാനുള്ള കാരണം. തർക്കം ഒഴിവാക്കാനായി ഇരുവരെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. ജില്ലയിൽ മികച്ച സംഘാടകൻ എന്ന പേരെടുത്തിട്ടുണ്ടെങ്കിലും തൃശൂരിനപ്പുറം മേൽവിലാസമുണ്ടാക്കാൻ OJ ജനീഷിന് ഇനിയുമായിട്ടില്ല. I ഗ്രൂപ്പ് പൂർണ്ണ മനസ്സോടെ തീരുമാനത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അതും പ്രതിസന്ധിയാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് സമരസംഘടനയായി മാറാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24 തിരുവനന്തപുരം. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ I ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വിലയിരുത്തലിലാണ് അബിൻ വർക്കി. 2 വർഷം മുൻപ് നിഷേധിച്ച സ്ഥാനം തലയിൽ കെട്ടിവെച്ചു എന്നാണ് പ്രതികരണം. സംഘടനാ ചട്ടക്കൂട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്നും വിലയിരുത്തലുണ്ട്. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് റിപ്പോർട്ടുകൾ. 24 ബിഗ് ബ്രേക്കിംഗ്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. സലീമ, യൂത്ത് കോൺഗ്രസിൽ ഈ ഇല്ലാത്ത പദവികൾ ഒക്കെ പുതുതായി കൊണ്ടുവന്ന് ഗ്രൂപ്പിലെ താല്പര്യങ്ങൾ അനുസരിച്ച് ആളുകളെ തിരികെ കയറ്റുന്നു. വർക്കിംഗ് പ്രസിഡന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായ പദവിയാണ്. ഒപ്പം അബിൻ വർക്കി ദേശീയ ചുമതല, ഇപ്പോൾ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ഈ പദവി ഏറ്റെടുക്കേണ്ടതില്ല എന്നൊക്കെ I ഗ്രൂപ്പിനകത്ത് വിമർശനവും സമ്മർദ്ദവും ഒക്കെ വരുന്നുണ്ട്. നാളെ മാധ്യമങ്ങളെ കാണുന്ന ഒരു പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ അബിൻ വർക്കിയെ പോലൊരു നേതാവ് പ്രതികരിക്കുമോ? എന്താണ് ആ ക്യാമ്പിലെ I ഗ്രൂപ്പിലെ വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഇപ്പോഴുള്ള അവസ്ഥ അനുസരിച്ച് അബിൻ വർക്കി ഒരു പരസ്യ പ്രതികരണം, പാർട്ടിയുടെ ഈ തീരുമാനത്തിനെതിരെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിനായി തന്നെയാണ് അബിൻ വർക്കി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളതും. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചില അനുനയ ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അബിൻ വർക്കിയുടെ ഒരു നിലപാട് തന്നെ അപമാനിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള പദവിയിൽ നിലനിർത്തിയിരുന്നെങ്കിൽ പോലും അപമാനിച്ചു എന്ന തോന്നലുണ്ടാവില്ലായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് 2 വർഷം മുമ്പ് തനിക്ക് വെച്ച് നീട്ടി താൻ നിരസിച്ച പദവിയാണ് ദേശീയ സെക്രട്ടറി. ആ പദവി തരുകയും സംസ്ഥാനത്ത് നിന്ന് തന്നെ അപ്രസക്തനാക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്നും അബിൻ വർക്കി വിലയിരുത്തുന്നുണ്ട്. ഇതേ വിലയിരുത്തലാണ് I ഗ്രൂപ്പിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ I ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, അതിന് പിന്നാലെ അപമാനിക്കുന്ന രീതിയും ഉണ്ടായി. ഒപ്പം തന്നെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകാരെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഗ്രൂപ്പ് വീതം വയ്പ് ഉണ്ടാകുമ്പോഴും അതിൽ ഒരു മര്യാദ പാലിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ എല്ലാം വേണുഗോപാലിന്റെ മാത്രം തന്നിഷ്ടത്തിനാണ് കാര്യങ്ങൾ നിന്നത്. KC വേണുഗോപാൽ പക്ഷക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇല്ലാത്ത പദവി ഉണ്ടാക്കി ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെ നോമിനി ആണെങ്കിൽ പോലും KC വേണുഗോപാലും ഒപ്പമാണ് ഇപ്പോൾ എന്നുള്ളതാണ് OJ ജനീഷിന് തുണയായത് എന്നതൊക്കെ I ഗ്രൂപ്പ് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പൊട്ടിത്തെറിയും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും ഒക്കെ. പക്ഷെ അതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരുപക്ഷെ നാളെ അങ്ങനെ തന്നെ ഈ കരുതാത്ത വിധം പരസ്യ പ്രതികരണത്തിലേക്ക് പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അതിന്റെ അനുനയ ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വിജയകുമാർ.
യെസ്, KC വേണുഗോപാൽ കേന്ദ്രീകൃത നീക്കങ്ങൾക്കെതിരെയാണ് ഐ ഗ്രൂപ്പ് ഒരു കലാപക്കൊടി ഉയർത്തുന്നത്. അത് എത്രത്തോളം പോകും? പരസ്യ പ്രതികരണത്തിന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അത് നാളെ അതേ നിലയിൽ നടക്കുമോ, അതിൽ സമവായം ഉണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഐ ഗ്രൂപ്പ് അസ്വസ്ഥമാണ്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പരസ്യമായി വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആ ഗ്രൂപ്പ് ക്യാമ്പിലെ തീരുമാനം എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. വിശദാംശങ്ങളാണ് സലീം മാലിക് നൽകിയത്. ഷഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ചികിത്സയിലായിരുന്ന ഷഫി പറമ്പിൽ MP ആശുപത്രി വിട്ടു. വടകര റൂറൽ SP KE ബൈജുവിന്റെ കുറ്റസമ്മതത്തോടെ പോലീസിനെതിരെയുള്ള പ്രതിഷേധം UDF കടുപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ MPയെ മുൻനിർത്തി കളത്തിലിറങ്ങാനാണ് UDF തീരുമാനം. കുറ്റക്കാരായ 3 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS പരിപാടിക്ക് പോയാണോ റൂറൽ SP വെളിപ്പെടുത്തൽ നടത്തേണ്ടത് എന്നും പ്രതിപക്ഷ നേതാവ്. ആരുടെ പരിപാടിക്കാണ് ഈ CPM ഈ SP-മാരെയൊക്കെ വിടുന്നത്? സേവാദർശന്റെ പരിപാടിക്കോ? അവിടെ പോയിട്ടാണ് SP സംസാരിക്കുന്നത്. RSSന്റെ പരിപാടിക്ക് പോവാണോ? ആരാണ് ഇവരെ ഉത്തരവാദിത്തം? ആരാണ് ഇവരെ വിട്ടിരിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോവുകയാണോ? ശബരിമല സ്വർണ്ണമോഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് CPIM പോലീസിനെ കൂട്ടുപിടിച്ച് നടത്തുന്നത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട്, ഒരു സംശയവും ഇല്ല. സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ്. അതിൽ നിന്ന് തലയുരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാഫി പറമ്പിൽ MPയെ ഡിസ്ചാർജ് ചെയ്തു. അടുത്ത ദിവസം പേരാമ്പ്രയിൽ CPIMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. സമീർ C മുഹമ്മദ്, 24 കോഴിക്കോട്. അതേസമയം കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് സമീർ, ഇതിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരാണ്, UDF പ്രവർത്തകരാണ് എന്ന് നേരത്തെ ആരോപണം ഉന്നയിച്ചത് CPM നേതാക്കളൊക്കെ തന്നെയാണ്, DYFI നേതാക്കളൊക്കെ തന്നെയാണ്. അത് ശരിവെക്കുന്ന ദൃശ്യങ്ങൾ എന്ന മട്ടിലാണോ പോലീസ് ഈ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിടുന്നത്? ആർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോലീസ് അന്നത്തെ ഫുട്ടേജ് വിഷ്വൽസ് ഒക്കെ തന്നെ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. പോലീസിന് വേണ്ടിക്കൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആ വേളയിലാണ് പോലീസിനെതിരെ എറിയുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് വിഷ്വൽസ് കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാർഗങ്ങൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഈ ഒരു നടപടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 700ഓളം UDF പ്രവർത്തകർ അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വേളയിൽ അതിനകത്ത് നിന്ന് ആരോ ഒരാളാണ് ഈ തരത്തിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. അത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലേക്ക് വന്ന് വീഴുകയും അത് ഉഗ്ര ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ സ്ഫോടനത്തിന് പിന്നീട് സംഘർഷഭരിതമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു FIR അല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകർക്കെതിരെ ഏതോ ഒരുവൻ എന്ന കാര്യമാണ് FIR പ്രതിപാദിക്കുന്നത്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് വ്യക്തികളിലേക്ക് കൂടി അന്വേഷണം എത്തും എന്നതിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കേസ് കോൺഗ്രസ്സുകാർക്കെതിരെ എടുത്തിരുന്നു, UDFകാർക്കെതിരെ എടുത്തിരുന്നു. അതിൽ ഷാഫി പറമ്പിൽ MP 1-ാം പ്രതിയും DCC പ്രസിഡന്റ് 2-ാം പ്രതി ആയിരുന്നു കേസ്. അതുപോലെ തന്നെ മറ്റേ 8 പേർക്കെതിരെയും കേസുണ്ടായിരുന്നു. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 692 UDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ടായിരുന്നു. കൂടാതെ CPIM പ്രവർത്തകരായ 500-ലധികം പേർക്കും കേസുണ്ടായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത്. അതിലാണ് സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപായപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കലാപശ്രമം, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അപായപ്പെടുത്താൻ ശ്രമം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് പുതിയ FIR പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
യെസ്, കോൺഗ്രസ് പ്രവർത്തകർ നിന്ന ഭാഗത്ത് നിന്ന് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ എന്ന നിലയിൽ ചില ഫുട്ടേജുകൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്തെ ചടങ്ങിലാണ് കണ്ണൻ ഗോപിനാഥൻ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഏതു മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് കണ്ണൻ ഗോപിനാഥൻ 24-നോട് പറഞ്ഞു. രാവിലെ 11:30 ഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തിയാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. വെൽക്കം. രാജ്യത്തെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നതിനാലാണ് കോൺഗ്രസ് അംഗത്വം എടുത്തതെന്നും താൻ എവിടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും കണ്ണൻ ഗോപിനാഥൻ. എന്താണോ എവിടെയാണോ എൻ്റെ പ്രവർത്തനം പാർട്ടിക്കും ജനങ്ങൾക്കും രാജ്യത്തിനും ഉപകാരമായി വരുന്നത് അവിടെ ചെയ്യാന്നുള്ളതാണ്. കണ്ണൻ ഗോപിനാഥൻ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തിയെന്നും അദ്ദേഹം കോൺഗ്രസിലെത്തിയതിൽ സന്തോഷമെന്നും KC വേണുഗോപാൽ. The ideology of the Congress is very clear. That's why Kannan Gopinathan is also opting Indian National Congress for his party. 2019 ജമ്മു കാശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചത്. സർവീസിലിരിക്കെ തന്നെ നോട്ട് പിൻവലിക്കലടക്കമുള്ള നടപടികളെ അദ്ദേഹം വിമർശിച്ചിരുന്നു. 2012 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിരുന്ന കണ്ണൻ ഗോപിനാഥൻ കോട്ടയം കൂരോപ്പട സ്വദേശിയാണ്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഗസ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി, US എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഇസ്രായേൽ, ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾ, അതിനൊടുവിൽ ഒരു കരാറുണ്ടാകുന്നു, കരാർ പ്രാബല്യത്തിൽ വരുന്നു. ഹമാസും ഇസ്രായേലും ഇന്നത്തെ ഈ കരാർ ഒപ്പുവയ്ക്കൽ ഔപചാരിക ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമാകെ നിലവിൽ വന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഏറെ നാളായിട്ടുള്ള ട്രംപിൻ്റെ ഒരു തീരുമാനവും ആഗ്രഹവും എന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് ഹമാസും ബെഞ്ചമിൻ നെതന്യാഹുവും, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഏറെക്കുറെ ഒത്തുവന്നു. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. ഹമാസിനെ സംബന്ധിച്ച് അവരുടേതായ മറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ബന്ദികളുടെ മോചനമായിരുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും സാധ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. അത് ഇന്നലെയും ഇന്നുമായി സാധ്യമായി. ബന്ദികളുടെ മോചനത്തിന് ഏറ്റവും പ്രധാനം ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ അവരുടെ 20 ആളുകളെ തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ ഹമാസും കൂടി ആ തീരുമാനത്തിനൊപ്പം നിന്നു. ബന്ദികളുടെ മോചനം ഇന്നലെയും ഇന്നുമായി സാധ്യമായി. ഇനി ഉണ്ടാകേണ്ടത് ട്രംപും നെതന്യാഹുവും പറഞ്ഞത് 20 കരാറായിരുന്നു. ആ കരാർ ഇന്ന് ഒപ്പുവെച്ചു. കരാറിൽ പക്ഷേ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതികൾ പങ്കെടുത്തില്ല. കാരണം അതിന് 2 കാരണങ്ങളുള്ളത്. ഒന്ന് ഹമാസിൻ്റെ നിരായുധീകരണവും മറ്റൊന്ന് ഗസയുടെ അധികാരം ആര് പങ്കിടണം, എങ്ങനെയായിരിക്കണം ഗസയുടെ അധികാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യങ്ങളായിരുന്നു ഇനി തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത്. ഈ 2 കാര്യത്തിൽ ഇപ്പോഴും ഒരു സമവായത്തിലെത്താനോ ചർച്ചകൾ നടത്താനോ സാധ്യമായിട്ടില്ല. പക്ഷേ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു, കരാർ അന്തിമമായിരിക്കുന്നു. കരാർ പ്രകാരം ഗസയിൽ യുദ്ധം അവസാനിച്ചു എന്ന് വേണം പറയാൻ. അത് താൽക്കാലികമായെങ്കിലും ആ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഗസയിൽ ഇനി സമാധാനം ഉണ്ടാകുമെന്ന് വേണം ഈ കരാർ പ്രകാരം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അത് അങ്ങനെയാണ് ആ കരാറിൽ പറയുന്നതും കരാറിലെ കാര്യങ്ങളും അങ്ങനെയാണ്. ഇനി കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. അത് ഹമാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹമാസിൻ്റെ പ്രതികൾ ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തും. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആ കരാർ ഒപ്പിടുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ആത്യന്തികമായി നടപ്പിലാക്കിയെടുക്കേണ്ട കാര്യമായിരുന്നു. ആ 20 കരാർ അത് ഒപ്പിടുന്നു, അത് അംഗീകരിക്കുന്നു. അതിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ 2 രാജ്യങ്ങളും അസന്നിഗ്ധമായി ഈ കരാറിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ സാധ്യമായത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഹമാസിന്റെ പ്രതികൾ പറഞ്ഞത് ഈജിപ്തും ഖത്തറും ഈ കരാറിനൊപ്പം നിന്നു. ഈ കരാർ സാധ്യമാക്കിയെടുക്കാൻ ഞങ്ങൾ വരേണ്ടതില്ല, ഹമാസിന്റെ പ്രതികൾ ഇത് ഒപ്പിടേണ്ട കാര്യമില്ല. ഇതിൽ മധ്യസ്ഥ വഹിച്ച 2 ആളുകൾ ഉണ്ടായിരുന്നു. അത് ഈജിപ്തും ഖത്തറുമാണ്. അവരുണ്ടെങ്കിൽ ഈ കരാർ സാധ്യമാകും, അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് പറയുമ്പോൾ സ്വാഭാവികമായും ഹമാസിന്റെയും ഇസ്രായേലിനെയും പ്രതികൾ പങ്കെടുത്തില്ല, ഒപ്പിട്ടില്ല എങ്കിൽ പോലും ഈ കരാർ സാധ്യമായി, അല്ലെങ്കിൽ ഈ കരാർ കൊണ്ട് യുദ്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ഗസയുടെ സമാധാനം വന്നു, നമ്മൾ ആഗ്രഹിച്ച പോലെ, ലോകം ആഗ്രഹിച്ചതുപോലെ ഗസ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വഴിമാറുന്നു എന്ന് വേണം കാണാൻ. ആ കരാറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും അങ്ങനെ തന്നെയാണ്. ഇനി വേണ്ടത് ഗസയുടെ പുനരുദ്ധാരണവും, അല്ലെങ്കിൽ ഗസയിൽ ഇനി ആര് അധികാരം പങ്കിടും, അല്ലെങ്കിൽ ഗസയുടെ അധികാരം ആരിലേക്ക് വരാൻ പോകുന്നു, എങ്ങനെയായിരിക്കും ഗസ അധികാരത്തിൻ്റെ, അല്ലെങ്കിൽ ഗസയുടെ ഒരു ഭരണകേന്ദ്രം എങ്ങനെയായിരിക്കണം, ഗസയുടെ പുനരുദ്ധാരണം എങ്ങനെയായിരിക്കണം, ഗസയുടെ പുനരുജ്ജീവനം എങ്ങനെയായിരിക്കും,
എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലാണ് ഇനി ചർച്ചകൾ നടക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ തീർപ്പാകാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഹമാസ് ഇനി എന്ത് ചെയ്യും എന്ന കാര്യങ്ങൾ കൂടിയാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കേണ്ടത്. അക്കാര്യത്തിൽ ചർച്ചകൾ വരും ദിവസങ്ങൾ ഉണ്ടാകും. എന്തായാലും കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഗസയിൽ സമാധാനം എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ. വിജയകുമാർ. യെസ്, ഈ കരാർ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനൊപ്പം പങ്കെടുക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ അവസാന നിമിഷം ആ യാത്ര നെതന്യാഹു ഒഴിവാക്കുകയാണ് ചെയ്തത്. ഹമാസിനെ പ്രതിനിധീകരിച്ച് ആരും ഒരുപക്ഷെ അതിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ടാവാം നെതന്യാഹുവും അതിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും സമാധാന പ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ രാത്രി വൈകി വരുന്ന ഈ പ്രതീക്ഷാ നിർഭരമായ വാർത്ത എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.